Hello students, you have to write notes using the previous video PowerPoint presentations and then you can complete the problems that we are going to discuss. And if you have not written the problem of the asteroid in your notebook, please write down it. You can write the notes of the theory continuously, that is of length of the curves of parametric form and Cartesian forms like y equal to f of x or x equal to g of y. After that, you do the problems. We can mix the problems of parametric and Cartesian to apply the equations correctly. I will ask you to submit all your notes starting from this semester randomly. ചിലപ്പോൾ A1 നമ്പർ ആയിട്ടുള്ള ക്ലാസ് നമ്പറുള്ള സ്റ്റുഡൻസിനോട്, ചിലപ്പോൾ ഓഡ് നമ്പറുള്ള ക്ലാസ് നമ്പറുള്ള സ്റ്റുഡൻസിനോട് അങ്ങനെയൊക്കെ നോട്ട്സ് സബ്മിറ്റ് ചെയ്യാൻ എപ്പോൾ വേണമെങ്കിലും ഞാൻ ആവശ്യപ്പെടും. അപ്പോൾ നോട്ട്സ് ഉണ്ടാകണം. അതിനുവേണ്ടി അല്ല, എക്സാമിനേഷൻ്റെ തലേദിവസം നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം കണ്ട് പഠിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നോട്ട്സ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചാലേ യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ പഴയതുപോലെ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊരു ഇക്വേഷൻ ബുക്ക് സൂക്ഷിക്കുകയാണെങ്കിൽ ഇവിടെ കൂടുതലും ഇക്വേഷൻസ് ആണ് കാണുക. ഇക്വേഷൻസ്, ജനറൽ ഇക്വേഷൻസ് പഠിച്ചു വെക്കാൻ നിങ്ങൾക്ക് സാധിക്കും. Study well the theory part of the previous video, that is the equations of lengths of curves in parametric form, y equal to fx form, x equal to gy form, and after that we can do the problems. In that video I have explained what is a cycloid. You write the notes of the cycloid too. Definition of cycloid, it can be asked. Definition of cycloid and formation of cycloid and its equation, x equal to a into t sin t, y equal to a into 1 minus cos t. Here the question is that find the length of one arc of the cycloid. This equation is given. Equation തരാതെയും question ചോദിക്കാം. Find the length of one arc of the cycloid. So you have to remember the famous equations of cycloid and asteroid. Parametric form, both parametric form and if you have Cartesian forms, asteroid കേസിൽ Cartesian form നമുക്കുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. തന്നിട്ടില്ലെങ്കിലും ഈ കാണുന്ന x ഈക്വൽ ടു a ഇൻറ്റു ടി മൈനസ് സൈൻ ടി, y ഈക്വൽ ടു a ഇൻറ്റു 1 മൈനസ് കോസ് ടി എന്നുള്ള ഇക്വേഷൻസ് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇനി ഇതിന് വേറെയും ഫോംസ് ഉണ്ട്. x ഈക്വൽ ടു a ഇൻറ്റു ടി മൈനസ് സൈൻ ടി എന്ന് തന്നെ ആവണമെന്നില്ല. ടി പ്ലസ് കോസ് ടി ഒക്കെ വെച്ച് വേറെയും ഫോംസ് ഉണ്ട്. അപ്പോൾ അതും സൈക്ലോയിഡ്സ് തന്നെ തരും. സൈക്ലോയിഡിൻ്റെ ഇക്വേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്ന മറ്റ് പാരാമെട്രിക് ഫോംസും ഉണ്ട് എന്ന് ഓർക്കുക. ഇതൊന്നും തരണമെന്നില്ല. ഇക്വേഷൻസ് തന്നാൽ പോലും ഈ ലിമിറ്റ്സ് തരണമെന്നില്ല. വൺ ആർക്ക് ഓഫ് ദ സൈക്ലോയിഡ് ഈസ് ഫോംഡ് വെൻ വൺ റൗണ്ട് ഓഫ് ദ സർക്കിൾ ഈസ് കംപ്ലീറ്റഡ്. സോ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ലിമിറ്റ് ഈസ് 0 to 2π. യു നോ ദ സൈക്ലോയിഡ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ റോളിംഗ് എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ എ സർക്കിൾ. അപ്പോൾ ഇതാണ് സർക്കിൾ. ആദ്യം സർക്കിളിലെ പോയിന്റ് പി ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു. ദെൻ we roll the cycloid, roll the circle. സർക്കിൾ തറയെ മുട്ടി റോൾ ചെയ്യും. പക്ഷെ പി ഇത്തിരി കൂടി പൊങ്ങി നിൽക്കും. ഇതായിരിക്കും അപ്പോൾ പിയുടെ അവസ്ഥ ഇത്തിരി മാറിക്കഴിയുമ്പോൾ. അപ്പോൾ ഇങ്ങനെ പിയുടെ പൊസിഷൻ നോക്കി ഇനിയും റോൾ ചെയ്തുകൊണ്ടിരിക്കുക. പിയുടെ പൊസിഷൻ നോക്കി നമ്മൾ മാർക്ക് ചെയ്യുന്നതാണ് അറ്റ് ടി ഈക്വൽ ടു 0. പി മാർക്ക് ചെയ്തടുത്ത് വെച്ച് സർക്കിൾ ആദ്യം വെച്ചിരിക്കുന്നതാണ് ടി ഈക്വൽ ടു 0യിൽ. ടി ഈക്വൽ ടു 2π ആകുമ്പോൾ ഒരു സർക്കിള് കംപ്ലീറ്റ് കറങ്ങിക്കഴിയും. അപ്പോൾ ഒരു സൈക്ലോയിഡിൻ്റെ ഒരാർക്ക് ഇവിടെ കൊണ്ട് ഫോം ചെയ്യും. ഇനി അടുത്ത ആർക്ക് ഇങ്ങനെ ഉണ്ട്, അത് നമുക്കിപ്പോൾ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഡോട്ടഡ് ലൈൻസ് ഉപയോഗിച്ച് കാണിക്കുകയാണ്. ദെൻ വി ഹാവ് ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ കർവ്. ലെങ്ത് ഓഫ് ദ കർവ് ഹിയർ എക്സ് ആൻഡ് വൈ ബോത്ത് ആർ ഗിവൺ ഇൻ ടേംസ് ഓഫ് എ പാരാമീറ്റർ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ സൈക്ലോയിഡ് എന്ന് വേണമെങ്കിലും ചോദിക്കാം. ഹൗ ക്യാൻ ബി ഫോം എ സൈക്ലോയിഡ് എന്നൊക്കെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം, സബ് ഡിവിഷൻസ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നൗ വി ഹാവ് ടു ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈക്ലോയിഡ് ഇൻ പാരാമെട്രിക് ഫോം. t1 ഈക്വൽ ടു 0, t2 ഈക്വൽ ടു ഹിയർ t1 ഈക്വൽ ടു 0, t2 ഈക്വൽ ടു 2π ആർ ദ ലിമിറ്റ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ. ഇൻ്റഗ്രേഷൻ വിത്ത് റെസ്പെക്ട് ടു t, parametric form. Then what will be the equation? You can write down the equation. L equal to integral from t1 to t2 square root over dx by dt whole square plus dy by dt whole square. ഇത് നടുക്കേക്ക് എഴുതാം. ഇൻറ്റു dt. ഞാനിപ്പോൾ ഇത് എഴുതി വെച്ചത്
നമുക്ക് ഇൻ്റഗ്രലിൽ നമ്മൾ ഡി എക്സ് ബൈ ഡി ഡിഫറൻസിയേഷൻ സ്ക്വയേഴ്സ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒത്തിരി തവണ ഇൻ്റഗ്രൽ റൂട്ടും എല്ലാം റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ഡി എക്സ് ബൈ ഡി ടി ഡി വൈ ബൈ ഡി ടി കണ്ടുപിടിക്കുകയാണ്. എക്സ് ഈക്വൽ ടു ഗിവൺ ദാറ്റ് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു ടി മൈനസ് സൈൻ ടി. Therefore, that implies dx by dt equal to ഇതൊക്കെ എഴുതി റൂട്ട് എടുക്കാൻ പാകത്തിനാക്കി വെച്ചാൽ റൂട്ട് എടുക്കണമെങ്കിൽ സമ്മിനെ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കിയാൽ മതി. dx by dt equal to a ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു ടി 1 മൈനസ് സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി ആൻഡ് y ഈക്വൽ ടു a ഇൻറ്റു 1 മൈനസ് കോസ് ടി ഈസ് ഗിവൺ. Therefore, dy by that implies dy by dt equal to dy by dt equal to a ഇൻറ്റു കോസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി 1 × 0 ആണ്. അപ്പോൾ മൈനസ് സൈൻ ഒരെണ്ണം ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പോൾ അത് എ സൈൻ ടി എന്നായി. നൗ ഡയറക്റ്റ് ഇതിൽ കൊടുക്കുന്നതിന് പകരം ഇഫ് യു റൈറ്റ് ഡി എക്സ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ അതൊന്ന് എഴുതി സിംപ്ലിഫൈ ചെയ്ത് വെക്കുകയാണെങ്കിൽ ലാഭം ഉണ്ടാവും. എല്ലാ പ്രോബ്ലംസിലും അത് ആലോചിക്കാം. റൂട്ടിനകത്ത് കാണുന്ന സിംപ്ലിഫൈ ചെയ്ത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ പറ്റുമെങ്കിൽ, എപ്പോഴും പറ്റണമെന്നൊന്നുമില്ല, പറ്റുമെങ്കിൽ ചെയ്ത് വെക്കുക. ഡി എക്സ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി ഹോൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു എ ഇൻറ്റു 1 മൈനസ് കോസ് ടി ആണ് ഡി എക്സ് ബൈ ഡി ടി. എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് കോസ് ടി ഹോൾ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ടി ആൻഡ് ദിസ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഇൻറ്റു 1 മൈനസ് കോസ് ടി ഹോൾ സ്ക്വയർ. ആദ്യത്തെ ടൈമിൻ്റെ സ്ക്വയർ 1, അവിടെ എ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എ സ്ക്വയർ എഴുതാം. അതിൻ്റെ 2ab ടൈം മൈനസ് 2 കോസ് ടി ആണ്. അപ്പോൾ എ സ്ക്വയർ പുറത്തുണ്ട്, മൈനസ് 2a സ്ക്വയർ കോസ് ടി എന്നെഴുതാം. പ്ലസ് എ സ്ക്വയർ അകത്തേക്ക് എടുത്തു, കോസ് ടിയുടെ സ്ക്വയർ കോസ് സ്ക്വയർ ടി. എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഉപയോഗിച്ച് 1 മൈനസ് കോസ് ടി ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഡ് ചെയ്യണം. എല്ലാത്തിനെയും എ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും കൂടി ചെയ്യണം. പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ടി. അപ്പോൾ ആ ഓപ്പറേഷൻസ് ഒരുമിച്ച് ചെയ്താണ്. നൗ എ സ്ക്വയർ കോസ് സ്ക്വയർ ടി പ്ലസ് എ സ്ക്വയർ സൈൻ സ്ക്വയർ ടി ക്യാൻ ബി കമ്പൈൻഡ്. ദിസ് ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി ഹോൾ സ്ക്വയർ ആണ് എഴുതിയത്. ഇത് എ സ്ക്വയർ എന്ന് പറയാൻ പറ്റും. ദിസ് ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് 2a സ്ക്വയർ കോസ് ടി പ്ലസ് എ സ്ക്വയർ. ദാറ്റ് മീൻസ് ദിസ് ഈസ് ഈക്വൽ ടു 2a സ്ക്വയർ മൈനസ് 2a സ്ക്വയർ കോസ് ടി ഈക്വൽ ടു 2a സ്ക്വയർ ഇൻറ്റു അത് രണ്ടിടത്തും കോമൺ ആണ് 1 മൈനസ് കോസ് ടി. ഇനി നിങ്ങൾക്ക് 1 മൈനസ് കോസ് 2t ഒരു ഇക്വേഷൻ അറിയാം. 1 മൈനസ് 1 പ്ലസ് ആയിരുന്നെങ്കിൽ അത് കോസ് ചേർത്ത് തന്നെ 1 മൈനസ് കോസ് 2t ആണ് ഇവിടുത്തെ ആംഗിൾ. 1 മൈനസ് കോസ് 2t എന്ന് പറയുന്നത് 2 സൈൻ സ്ക്വയർഡ് ടി എന്നറിയാം. 1 പ്ലസ് കോസ് 2t ആണെങ്കിൽ 2 കോസ് സ്ക്വയർഡ് ടി എന്നറിയാം. അത് ഇവിടെ 2t വരുമ്പോൾ ഇവിടുത്തെ ആംഗിളിൻ്റെ പകുതിയാണ് ഇവിടെ. അപ്പോൾ ഇവിടെ എന്താവും 2a സ്ക്വയർ ഇൻറ്റു 1 മൈനസ് കോസ് ടി എന്ന് പറയുന്നത് 2 ഇൻറ്റു സൈൻ സ്ക്വയർഡ്, അവിടെ കോസ് ടിയിൽ ടിയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ അതിൻ്റെ പകുതിയാണ് ഇവിടെ വരേണ്ടത്. 2 സൈൻ സ്ക്വയർ ടി ബൈ 2 ദാറ്റ് ഇസ് 4a സ്ക്വയർ ഇൻറ്റു സൈൻ സ്ക്വയർ ടി ബൈ 2 എന്ന് നമുക്ക് എഴുതാം. Therefore, റൂട്ട് ഓഫ് ഡി എക്സ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ ഡി എക്സ് ബൈ ഡി ടി ഹോൾ സ്ക്വയർ പ്ലസ് ഡി വൈ ബൈ ഡി ടി ഹോൾ സ്ക്വയർ ഡി വൈ ബൈ ഡി ടി ഹോൾ സ്ക്വയർ. റൂട്ടില്ലാതെയുള്ള വാല്യൂ ആണ് പൊക്കത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. റൂട്ട് എടുത്താൽ എന്ത് കിട്ടും? 2a ഇൻറ്റു സൈൻ ടി ബൈ 2 എന്ന് കിട്ടും. സൈൻ ഓഫ് ടി ബൈ 2. 4a സ്ക്വയർ സൈൻ സ്ക്വയർ ടി ബൈ 2 ആണ് അതിൻ്റെ സ്ക്വയർ. അതുകൊണ്ട് ഇനി എളുപ്പമുണ്ട്. ലെന്ത് ഇൻ്റഗ്രലിൽ നമുക്ക് നേരെ കൊടുത്താൽ മതി. 1 മൈനസ് കോസ് 2t നമ്മൾ ഉപയോഗിച്ചത് ഇവിടെയാണ്. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ ആ റീസൺ കൊടുത്തേക്കാം. 1 മൈനസ് കോസ് 2t ഈക്വൽ ടു 2 സൈൻ സ്ക്വയർഡ് ടി. Now we have length. L equal to integral from t1 to t2 square root over dx. Write the equation. Equations in step marks ഒക്കെ ഉണ്ടാവും. നിങ്ങൾ equations എഴുതാൻ മറക്കരുത്. dx by dt whole square plus dy by dt whole square into dt. അങ്ങനെയാണ് നമുക്ക് ലെന്തിൻ്റെ ഇക്വേഷൻ. ഇത് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഡി എക്സ് ബൈ ഡി ടി അത് ആദ്യമേ ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കണം. എന്നിട്ട് ഡി എക്സ് ബൈ ഡി ടി ഡി വൈ ബൈ ഡി ടി ഇത്രയും കൂടെ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അല്ലെ ഇതിലിട്ട് നമ്മൾ ഈ ഇത്രയും എഴുതിയ സിംപ്ലിഫിക്കേഷൻ എല്ലാം ഇൻ്റഗ്രൽ റൂട്ട് എല്ലാം റിപ്പീറ്റ് ചെയ്യണം. അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. എപ്പോഴും പെർഫെക്റ്റ് സ്ക്വയർ കിട്ടണമെന്നില്ല, പക്ഷെ എന്നാലും പരമാവധി സിംപ്ലിഫൈ ചെയ്തിട്ട് ഇവിടേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. ആൻഡ് വി ഹാവ് ഐഡൻറ്റിഫൈഡ് t1 equal to 0 and t2 equal to 2 pi integral from 0 to
2 pi, you get dx by dt whole square plus dy by dt whole square. റൂട്ട് തന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 2a ഇൻറ്റു സൈൻ t ബൈ 2 എന്ന് dt. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേഷൻ എളുപ്പമായി. 2a കോൺസ്റ്റൻറ്റ്, സൈൻ t ബൈ 2ൻ്റെ ഇൻ്റഗ്രൽ, സൈനിൻ്റെ ഇൻ്റഗ്രൽ കോസ് t ബൈ 2ൻ്റെ നെഗറ്റീവാണ്, മൈനസ് കോസ് ടി ബൈ 2 ഡിവൈഡ്. സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഡിഫറൻഷ്യൽ എടുത്ത് നോക്കണം, എന്നാലും ഇത് കിട്ടുമോ നോക്കാം. കോസിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്, ഇവിടെ ഒരു മൈനസ് സൈൻ കൂടെ കൊടുക്കുമ്പോൾ സൈൻ ടി ബൈ 2. പിന്നെ ഇൻ്റഗ്രേഷൻ ആകുമ്പോൾ കോൺസ്റ്റൻറ്റ് 1/2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഫ്രം 0 to 2 pi. ദാറ്റ് ഈസ് 2a ഇൻറ്റു 2 4a മൈനസ് 4a മൈനസ് സൈനും കൂടി ഇങ്ങനെ എടുക്കാം. ദെൻ കോസ് ടി ബൈ 2ൽ 2 pi കൊടുത്താൽ കോസ് 2 pi ഡിവൈഡഡ് ബൈ 2, 2 pi ബൈ 2 ഞാൻ എഴുതിക്കോട്ടെ പൈ എന്ന്, മൈനസ് കോസ് 0 എന്ന്. When we can simplify it as cos pi equal to, what is cos pi? Cos pi equal to minus 1 and cos 0 equal to 1, minus 4a into minus 1 minus 1 equal to minus 4a into 2, 8a. The question is length of one arc of the cycloid. Therefore, length of one arc of the cycloid, one arc of the cycloid equal to equal to 8 into a. 8 into a. A is the radius of the circle that we are rolling. ഈ സർക്കിൾ ഉണ്ടല്ലോ, ഈ സർക്കിളിൻ്റെ റേഡിയസ് ആണ് എ, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ്. അപ്പോൾ ഇതിൻ്റെ സർക്കംഫറൻസ് ആയിട്ടൊരു ബന്ധമുണ്ട്, അതിനെ ഡിപ്പെൻഡ് ചെയ്താണ് സൈക്ലോയിഡിൻ്റെ ലെന്ത് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഫിഗറൊക്കെ വരയ്ക്കണം. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൈക്ലോയിഡിൻ്റെ ഡെഫിനിഷനും, അപ്പോൾ അത് ഈ പ്രോബ്ലത്തിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ സൈക്ലോയിഡിൻ്റെ ഡെഫിനിഷനും ഇക്വേഷനും സൈക്ലോയിഡ് ഫോം ചെയ്യുന്ന മെത്തേഡും ഒക്കെ പവർ പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതും കൂടി ആഡ് ചെയ്യുക. We move to another question. Find the length of the curve represented by x equal to 2t plus 3 whole raised to 3 by 2 divided by 3 and y equal to t plus t squared by 2, 0 less than or equal to t less than or equal to 3. First we can identify this is the parametric form. X and y are functions of t and we can find t1 and t2 easily. t1 equal to 0, t2 equal to 3. അതുകൊണ്ട് കൂടുതലൊന്നും ചിന്തിക്കാനില്ല. First we identify the equation in mind and write dx by dt. X equal to 2t plus 3 whole raised to 3 by 2 divided by 3. 1/3 is a constant. Power of a function 3 by 2 power ആണെന്ന്. 3 by 2 into 2t plus 3 divided whole raised to 3 by 2 minus 1. 3 by 2 minus 1 is 1/2 into derivative of 2t. Chain rule ആവശ്യമുണ്ട്. Into 2. ഇത്രയായാലേ ഡെറിവേറ്റീവ് കംപ്ലീറ്റ് ആകത്തുള്ളൂ. Then 3 cancels, 2 cancels. This is root of 2t plus 3. Root of 2t plus 3. And dy by dt equal to t plus t square by 2 ആണ് y. 1 plus 2t t square derivative divided by 2. That is 1 plus t. Then dx by dt whole square plus, if you write that and simplify, plus dy by dt whole square. dy by dt whole square equal to root of 2t plus 3 the square, 2t plus 3 plus 1 plus t whole square. 1 plus t whole square. That is 2t plus 3 plus 1 plus t whole square. 1 square 1. 2ab term 2t, then t square. And this is equal to t square plus 2t plus 2t 4t plus 3 plus 1 4. 4t plus 4. And we can write it as t plus 2 whole square. അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് ഇപ്പോൾ കിട്ടി, എപ്പോഴും കിട്ടണമെന്നൊന്നുമില്ല. Then length L equal to integral from t1 to t2 root of dx by dt whole square plus dy by dt whole square into dt എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. Equal to integral from here t1 0, t2 3, 0 to 3. ഇത് റൂട്ട് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം, അതങ്ങ് എടുത്താൽ മതി. അതിന് എഴുതൊന്നും വേണ്ട. റൂട്ട് ഓഫ് dx by dt whole square plus dy by dt whole square എന്ന് എടുത്ത് ഇതൊന്നും വേണ്ട. അപ്പോൾ നമുക്കറിയാം സ്ക്വയർ ആണ് t plus 2 whole square, അതുകൊണ്ട് റൂട്ട് എടുക്കുമ്പോൾ t plus 2 എന്ന് കിട്ടും. ഇക്വേഷൻ 1 എന്നുമല്ലോ ഇതിന് പേര് കൊടുത്താൽ, ഫ്രം 1 എന്ന് റെഫർ ചെയ്യാം. ഫ്രം 1. Then integration will give the result. If we integrate t, we get t square by 2. Then integrate 2 to get 2t from limits 0 to
3. Substituting the limits, you get the